ഹായ് പ്യാരെ വെച്ച മനസ്സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ല. എല്ലാ മക്കളും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ അധ്യയന വർഷത്തെ രണ്ടാമത്തെ പരീക്ഷയായ മിഡ് ടേം എക്സാം അടിപൊളിയാക്കണം. എന്റെ മക്കളൊന്നും പേടിക്കണ്ട, അടിപൊളിയാക്കും നമ്മൾ. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു യൂണിറ്റ് ആണ് നാലാമത്തെ യൂണിറ്റ്. അപ്പൊ ഏതെല്ലാം യൂണിറ്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക? 3-4 യൂണിറ്റുകൾ നമുക്ക് പരീക്ഷയിൽ ചോദിക്കും. പ്ലസ് നമ്മൾ പഠിച്ച ഓണപരീക്ഷയ്ക്ക് പഠിച്ച 1-2 യൂണിറ്റിൽ നിന്നും 20-30% ചോദ്യങ്ങൾ കൂടി ഉണ്ടാകും. അപ്പൊ 3-4 യൂണിറ്റ് ആണ് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നാലാമത്തെ യൂണിറ്റ് ആണ് വളരെ അടിപൊളി യൂണിറ്റ് ആയിരുന്നു. അതിലെ ഒരു ആദ്യത്തെ ചാപ്റ്റർ ആണ് മിലെ സബ്കോ എന്ന് പറയുന്ന ആത്മരഞ്ജന്റെ ഒരു മനോഹരമായിട്ടുള്ള കവിത. ഈ കവിതയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിലെ വജ്ര ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. 30% ഓഫറോട് കൂടിയാണ് നിങ്ങൾക്ക് വജ്ര ബാച്ച് നിങ്ങൾക്ക് ഈ അധ്യയന വർഷം മുഴുവൻ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ മിലെ സബ്കോ എന്ന് പറയുന്ന ആത്മരഞ്ജന്റെ പാഠഭാഗമായിരുന്നു. ആ പാഠഭാഗത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ജോഡെ ഓർ വാക്യ ലിഖി. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു കള്ളികളായിട്ടില്ല, മനോഹരമായിട്ടുള്ള കള്ളികളിൽ നിന്നും എന്തെല്ലോ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു ABC എന്ന് നമ്മൾ കൊടുക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് ABCD നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യത്തെ കോളത്തിൽ ഒന്ന് വായിച്ചു നോക്കാം. ഉഗ്നെ, കിൽനെ, പക്നെ, ഉഡ്നെ ഓർ ജീനെ. അപ്പൊ നമുക്ക് ആ ആദ്യത്തെമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ ഉഗ്നെ കെലിയെ, കിൽനെ കെലിയെ, പക്നെ കെലിയെ, ഉഡ്നെ കെലിയെ, ജീനെ കെലിയെ. അപ്പം ആ ഉഗ്നെ കെലിയെ നമുക്കറിയാം എന്താണ്, മുളയ്ക്കാൻ വേണ്ടിയിട്ട്, കിൽനെ കെലിയെ വിരിയാൻ വേണ്ടിയിട്ട്, പക്നെ കെലിയെ പാകമാകാൻ വേണ്ടിയിട്ട്, ഉഡ്നെ കെലിയെ പറക്കാൻ വേണ്ടിയിട്ട്, ജീനെ കെലിയെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെല്ലാമാണ് വേണ്ടത്? അപ്പൊ സിയിൽ നിന്നും അനുയോജ്യമായത് നമ്മൾ എന്ത് ചെയ്യണം, തെരഞ്ഞെടുക്കണം. മനസ്സിലായോ? അപ്പം മൂന്നാമത്തത് നമുക്ക് വരുന്നത് ജമീൻ ചാഹിയെ, ഭൂമി വേണം. തോഡീസി ആഗ് അല്ലെ, അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് എന്താ, പങ്ക ഓർ ആസമാൻ, അതേപോലെ മിട്ടി ഓർ ബൂന്ത് ചാഹിയെ ഓർ ഹവ ഓർ ധൂപ്പ്. അപ്പൊ ഇനി ഈ ഒരു ബിന്ന് സിയിലേക്ക് അനുയോജ്യമായത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഉഗ്നെ കെലിയെ മിട്ടി ഓർ ബൂന്ത് ചാഹിയെ. മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണം, മിട്ടി വേണം, അതേപോലെ ബൂന്ത് വേണം. എന്താ മിട്ടി പറഞ്ഞാല് മണ്ണാണ്, ഇത് നമ്മൾ പഠിച്ചതാണ് നമ്മൾ ആ പാഠഭാഗത്തിൽ. ബൂന്ത് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തുള്ളിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എവിടെ, യെസ്, മിട്ടി ഓർ ബൂന്ത്. അപ്പോൾ ഇതിന് നമ്മൾ 1, 2, 3 എന്ന് നമ്മൾ കൊടുക്കും, നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. 1, 2, 3, 4, 5. അപ്പം മിട്ടി ഓർ ബൂന്ത് 1 നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 1 നമുക്ക് കിട്ടി ഓൾറെഡി. ഇനി രണ്ടാമത് നമ്മൾ ഇതിന്റെ താഴെ എഴുതുകയാണ്. എന്താ എഴുതേണ്ടത്, കിൽനെ കെലിയെ അല്ലെ, കിൽനെ കെലിയെ. കിൽനെ കെലിയെ നമുക്ക് എന്ത് വേണം, കിൽനെ കെലിയെ രണ്ടാമത്തെ. യെസ്, എന്താ വേണ്ടത്, യെസ്, വിരിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം, നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചത് എന്താ, ഹവ ഓർ എന്താ വേണ്ടത്, യെസ്, അത് നേരെ എഴുതിയാൽ മതി. ഹവ ഓർ എന്ത് വേണം, യെസ്, ധൂപ്പ് ആണോ, ഹവ ഓർ ധൂപ്പ് ചാഹിയെ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ 2 നമുക്ക് സെറ്റായി. ഇനി മൂന്നാമത്തെ പക്നെ കെലിയെ, പാകമാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്, തോഡീസി ആഗ് അല്ലെ, ചെറിയ രീതിയിലുള്ള ആഗ് വേണം അല്ലെ, തീ വേണം. അപ്പൊ നമുക്ക് നേരെ അതേപോലെ നമുക്ക് എഴുതുന്നു, പക്നെ കെലിയെ എന്ത് വേണടാ മക്കളെ, യെസ്, തോഡീസി ആഗ് അല്ലെ, തോഡീസി ആഗ് ചാഹിയെ. റെഡി അല്ലേ? യെസ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ, അടുത്ത് പറഞ്ഞതാ ഉഡ്നെ കെലിയെ, പറക്കാൻ വേണ്ടിയിട്ട്. ഉഡ്നെ കെലിയെ പറക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത് എന്നാ പറഞ്ഞത്, യെസ്, ചിറക് വേണം, പങ്ക ഓർ ആസമാൻ. അപ്പൊ നേരെ അത് എഴുതിയാൽ മതി. അപ്പൊ എന്താ എഴുതേണ്ടത്, ഉഡ്നെ കെലിയെ എന്ത് വേണം, പങ്ക് और आसमान, पंगा और आसमान चाहिए. എന്തൊക്കെ വേണം,
ചിറക് വേണം, അതേപോലെ എന്തും കൂടി വേണം, ആകാശം കൂടി വേണം. അത് തുറന്ന ആകാശം വേണം. നമ്മൾ ആ പാഠഭാഗത്തിൽ നമ്മൾ ആ കവിതയിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ജീനെ കെലിയെ, ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ കവിതയുടെ അവസാനം നമ്മൾ പറഞ്ഞ് നമ്മൾ സെറ്റായി മനസ്സിലാക്കിയതാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൗട്ടും ഇല്ല, ജമീൻ വേണം, ഭൂമി വേണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ജീനെ കെലിയെ, ജീനെ കെലിയെ എന്ത് വേണടാ? ജീനെ കെലിയെ ജമീൻ അല്ലെ, ജീനെ കെലിയെ ജമീൻ ചാഹിയെ, ജീനെ കെലിയെ ജമീൻ ചാഹിയെ അല്ലെ. ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഭൂമി വേണം. അപ്പൊ ഒരിക്കൽ കൂടി ആൻസർ വായിക്കാം. കിൽനെ കെലിയെ ഹവാ ഓർ ധൂപ്പ് ചാഹിയെ, പക്നെ കെലിയെ തോടി സി ആഗ് ചാഹിയെ, ഉടനെ കെലിയെ പങ്ക ഓർ ആസമാൻ ചാഹിയെ, ജീനെ കെലിയെ ജമീൻ ചാഹിയെ അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് എന്റെ മക്കൾക്ക് എന്ത് ചെയ്തു? ഹവാ ഓർ ധൂപ്പ്, അതേപോലെ തോടി സി ആഗ് അല്ലെ, തോടി സി ആഗ്, അതേപോലെ പങ്ക ഓർ ആസമാൻ, അതേപോലെ ജമീൻ. ഇത്തരത്തിൽ നമുക്ക് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുയോജ്യമായി നമ്മൾ ആ കവിത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ നമ്മൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ വേണം. അപ്പൊ നമ്മുടെ ലൈവുകളും അതേപോലെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കാണാം. ഇതേപോലെ നമുക്ക് ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പൊ എൻ്റെ മക്കളൊന്നും പേടിക്കണം. അപ്പൊ ഈ പരീക്ഷ നമ്മൾ എന്ത് ചെയ്യണം? മിഡ് ടൈം എക്സാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയാക്കണം. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നമ്മുടെ എല്ലാ ലൈവുകളിലും നമ്മുടെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ എല്ലതും നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക, അടിപൊളിയാക്കുക. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നമ്മൾ അടിപൊളിയാക്കി സെറ്റാക്കും. മാരത്തോണൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സ്വന്തം മനസ്സാറാണ്. അഗർ ക്ലാസ് മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.